വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് പെൻസിലെടുത്ത് ആകെ ഈ പെൻസിൽ എഴുതൽ മാത്രമാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അല്ലാണ്ട് വലിയ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യാറില്ല. കുറച്ച് പൊക്കിയതൊന്നുമല്ല, സത്യമാണ്, ഞാൻ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. മറ്റേ പെൻസിലുകൊണ്ട് നമ്മുടെ കണ്ണെഴുതും, പിന്നെ പൊട്ടുകുത്തും, പിന്നെ നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് സൺസ്ക്രീൻ വേണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ തലമുടിയൊക്കെ കെട്ടി ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഒപ്പം മമ്മിയുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി പോണത് അമ്പലത്തിലേക്കാണ്. കുട്ടികളുടെയൊക്കെ എക്സാം ആവാറായല്ലോ, അപ്പോൾ കുറച്ച് ഭക്തി അങ്ങോട്ട് കൂടും. നമുക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും. ആദ്യത്തിന് ഇപ്പം ഭയങ്കര ഭക്തിയുണ്ട്. എല്ലാ ദിവസവും ഇപ്പം അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. ഞാൻ ആദ്യം നിർബന്ധിച്ച് ഒരു 2-3 ദിവസം പറഞ്ഞു വിട്ടപ്പോൾ പിന്നെ അത് ആൾ ശീലാക്കിയിട്ടാണ്. പരീക്ഷ എഴുതണവരെ അത് തുടരും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇന്ന് എൻ്റെ അമ്മ എൻ്റെ കുട്ടിക്കാലത്ത് നമുക്ക് എക്സാമിന് പേടിയൊക്കെ ആകുമ്പോൾ എല്ലാ 10ാം ക്ലാസ് ആയാലും +2 ആയാലും എക്സാം വരുമ്പോൾ എൻ്റെ അമ്മ കൊണ്ടുപോകാറുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പറവൂർ ദക്ഷിണ മൂകാംബിക. നമുക്ക് നമ്മുടെ കർണാടകയിലുള്ള കൊല്ലൂർ മൂകാംബികയിൽ ഒന്നും പോകാൻ പറ്റാത്ത കാരണം നമ്മളപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മൂകാംബിക ക്ഷേത്രത്തിലാണ് പോയത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മൂകാംബിക ക്ഷേത്രമാണല്ലേ നമ്മുടെ പറവൂരുള്ള ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. നമ്മുടെ സരസ്വതി ദേവി താമരക്കുളത്തിന് നടുവിലാണ് ഇരിക്കണത്. അത് കാണുമ്പോൾ തന്നെ എന്താ രസമല്ലേ. ഇങ്ങനൊരു അമ്പലം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വന്നപ്പോൾ ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കി. ഇതോ ചുറ്റും താമരക്കുളത്തിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു ശ്രീകോവിൽ. അപ്പോൾ എൻ്റെ അമ്മ ചെയ്യാറുള്ള വഴിപാടുകളുമാതിരി തന്നെ ആദ്യം തന്നെ പേന പൂജിക്കണം. സത്യം പറഞ്ഞാൽ പേന വാങ്ങിച്ചു കൊണ്ടുപോകാൻ മറന്നുപോയി. പിന്നെ പോയി അവിടെ ചെന്നപ്പോൾ ഭാഗ്യം, അവിടെ എല്ലാ തരം വെറൈറ്റി പേനകളുണ്ട്. നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഓരോ പേനകൾ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദിത്യനും മീനാക്ഷിക്കും പറ്റിയ പേനകൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചതേ നമ്മളെ പൂജിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിദ്യാപുഷ്പാഞ്ജലിയും സരസ്വതി പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചുറ്റമ്പലത്തിന് പുറത്തതേ ഉപദേവതകളായിട്ട് ഗണപതി, മഹാവിഷ്ണു, വീരഭദ്ര, ഹനുമാനും സുബ്രഹ്മണ്യനും യക്ഷിയമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ എല്ലാവരെയും നമുക്ക് തൊഴാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ പ്രധാന നിവേദ്യമായിട്ടുള്ള കഷായ നിവേദ്യം മേടിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഷായ നിവേദ്യവും മേടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങ് കർണാടകയിലുള്ള കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യം നമ്മുടെ കേരളത്തിലെ പറവൂർ എങ്ങനെ വന്നു എന്നറിയണ്ടേ. പണ്ട് പറവൂർ ഭരിച്ചിരുന്ന ഒരു തമ്പുരാനുണ്ട്. എല്ലാ മാസവും ആൾ മൂകാംബികയിൽ തൊഴാൻ വേണ്ടി പോവായിരുന്നു. പക്ഷെ പ്രായാധിക്യമായപ്പോൾ ആൾക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വിഷമിച്ച് ദേവീനെ ഭജിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ദേവി സ്വപ്നത്തിൽ പറഞ്ഞു, നമ്മൾ വിഷമിക്കണ്ട, അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു അമ്പലം പണിതോളൂ, ഞാൻ അവിടെ കുടികൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ പറവൂർ തമ്പുരാൻ അവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ക്ഷേത്രം പണിതു. അങ്ങനെ നമ്മുടെ മൂകാംബിക ദേവിയുടെ അവിടുത്തെ ചൈതന്യവും അവിടുത്തെ ഉപദേവതകളും ഒക്കെ തന്നെയാണ് കേട്ടോ ഈ പറവൂർ മൂകാംബികയിലുള്ളത്. ഈ നമ്മുടെ കൊല്ലൂർ മൂകാംബികയുടെ ദക്ഷിണ ഭാഗത്ത് ആയിട്ടാണ് ഈ പറവൂർ മൂകാംബികയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മൂകാംബിക ക്ഷേത്രത്തിനെ ദക്ഷിണ മൂകാംബിക എന്നും പറയണത്. അങ്ങനെ മൂകാംബിക ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതേ കാറി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. അല്ലാട്ടാ, വീട്ടിലേക്കല്ല, നമ്മൾ കുട്ടിക്കാലത്ത് അമ്പലത്തിൽ പോവാം. കുറച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അകലെയുള്ള ഒരു അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, നമ്മൾ എവിടെയാണ്, ഏത് ഹോട്ടലിലാണ് പോണേ മസാല ദോശ കഴിക്കാൻ. അതെ, എന്തായാലും അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ കാലത്തായാലും വൈകുന്നേരം ആയാലും ഒരു മസാല ദോശ അത് നിർബന്ധമാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ കുട്ടികളും. അമ്പലത്തിൽ പോവാന്ന് പറയുമ്പോൾ ഏത് അമ്പലത്തിലാണ്, അവിടെ ഏത് ഹോട്ടല്, നമുക്ക് മസാല ദോശ കഴിക്കണ്ടേ, അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് മസാല ദോശ കഴിക്കാണ്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പിപ്പിടിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഹോട്ടൽ വൃന്ദാവനത്തിലാണ് പോയിക്കണത്. അടിപൊളി സൂപ്പർ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് ആദ്യം തന്നെ മീനാക്ഷിക്ക് വേണ്ടത് നമ്മുടെ പാനിപ്പൂരിയാണ്. അപ്പോൾ പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മീനാക്ഷിയുടെ ഫേവറേറ്റ് ഭട്ടൂര. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ മസാല ദോശയല്ല, ദോശ ഐറ്റംസ്, എല്ലാ വെറൈറ്റി ദോശ ഐറ്റംസും നമ്മൾ വാങ്ങിക്കും. കുളി കഴിഞ്ഞോ, നടന്നു വന്നോ, എത്ര പണി
സാധനം ഉണ്ടാക്കി മറ്റേ ആ വിശക്കാനുള്ള സമയമായിട്ടില്ലെങ്കിലും നമുക്ക് അവിടെ ഹോട്ടലിലെത്തി അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ അങ്ങോട്ട് വിശന്ന് തുടങ്ങും. മീനാക്ഷിയുടെ ദേ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ബട്ടൂരാ മീനാക്ഷിക്ക് കിട്ടുമൊന്നുമില്ല, സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടിയും കൈയിട്ട് വാങ്ങിക്കോളും. എനിക്ക് തന്നെ ആദ്യത്തെ ദോശയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ ചപ്പാത്തിയും പനീറും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിച്ചത് പൊടി ദോശ, പൊടി ഒനിയൻ റോസ്റ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ പൊടി ദോശ. നിങ്ങൾ വൃന്ദാവനം, പറവൂരുള്ള വൃന്ദാവൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പൊടി മസാല ദോശ മേടിച്ചു. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോഴും എനിക്ക് കൊതിയാവണം പറയുമ്പോൾ. ഇത് റവ റോസ്റ്റ് എല്ലാവരും കൂടിയാണ് പിച്ചി പറിക്കണത്. ഞങ്ങൾ ഒരാൾ മേടിച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പറ്റും. അപ്പം നമ്മൾ വെറൈറ്റി ദോശകൾ ഓരോന്നങ്ങോട്ട് പറയും ചെല്ലുമ്പോഴേക്കും. പിന്നെ അതേ പനീർ ദോശയാണ് വാങ്ങിച്ചത്. അപ്പോഴേക്കും അത് കഴിഞ്ഞിരുന്നു ചിക്കൻ മന്തി. ഞാൻ എൻ്റെ പൊടി ദോശ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മീനാക്ഷി ഇതേ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. ഐസ്ക്രീമാണെന്ന് തോന്നുന്നുണ്ട്, ഇതെന്തോ ഷെയ്ക്കാണോ എന്തായാലും അടിപൊളി. എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഗ്ലാസ്, അടിപൊളി ടേസ്റ്റ് വരുന്നു കേട്ടോ. സ്ട്രോബെറിയുടെ കളറുണ്ട്, പക്ഷേ സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഒന്നല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ ആദ്യത്തെ പിസ്തയുടെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ പൊടി മസാല നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഇതായിരുന്നു. ഇവിടെയാണ് നമ്മുടെ വൃന്ദാവനത്തിൻ്റെ കിച്ചൺ. ഓപ്പൺ കിച്ചൺ ആയിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റും, നല്ല നീറ്റായിട്ട്. അങ്ങനെ അവിടുത്തെ എല്ലാ ദോശയും ടേസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാ ദോശയും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടമാവാണ്ടിരുന്നത് പനീർ മാത്രമാണ്. ബാക്കി എല്ലാവരും ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നിങ്ങൾ പറവൂർ ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ ഹോട്ടൽ വൃന്ദാവനം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇതേ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഒരു സംഭവം ഉണ്ടല്ലോ, ഹൈപ്പ്, അതും ചെയ്തോളൂ. അപ്പോൾ പോട്ടെ, അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ടാറ്റാ, ലവ് യു.